ഹായ് അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ സിംബുട്ടൻ്റെ വിശേഷങ്ങൾ കേട്ടില്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിങ്ങിണിയുടെ വിശേഷമാണ് കേട്ടോ. കിങ്ങിണി ഒരു മെയിൽ കാറ്റാണ്. ഇവന് കിങ്ങിണി എന്ന പേരിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഏകദേശം ജനിച്ചൊരു 10-25 ദിവസം ആകുമ്പോഴേ അവൻ്റെ അമ്മേൻ്റെ അടുത്ത് നമ്മൾ കൂടുന്നതാണ് കേട്ടോ. നമുക്ക് 3 കുട്ടികളായിരുന്നു. അതിലൊരാളെ നമ്മൾ അത് ഏകദേശം മരിച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ മോള് ഇനി അത് എവിടെയെങ്കിലും പോവും, ഇനി എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കൂടുന്നതാണ് കേട്ടോ. അത് പ്രസവിച്ചെന്ന് അറിഞ്ഞത് മുതൽ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു മോൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അവളിനെ ഒരു ഏകദേശം 10-25 ദിവസം പിടിച്ച് നിർത്താൻ അത്രയും പെടാപ്പാട് പെട്ടു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വീണ്ടും അവിടെ നിർത്തി കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾ അത്രയും വിഷമം ഞാൻ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ലാന്ന് വിചാരിച്ചിട്ടൊരു ആ സമയത്ത് കൊടുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പാലുകുപ്പിയിൽ പാലൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ആളെ വളർത്തിയത്. ഇത്രയും ചെറുതിലേക്ക് കൊടുന്നുകൊണ്ട് ഇവൻ്റെ ജെൻഡർ എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് അത്രയും ചെറുതിലുള്ള പൂച്ചകളെ വളർത്തി ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഫീമെയിലാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു കിങ്ങിണിന്ന് പേരിട്ടത്. പക്ഷേ ഒരു 3-4 മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ആൾ മെയിലാന്ന് മനസ്സിലായത്. പിന്നെ കിങ്ങിണിന്ന് തന്നെ പേരിട്ടു. കാരണം അവന് കിങ്ങിണിന്ന് വിളിച്ചാലേ അങ്ങനെ വരുള്ളൂ ആയിരുന്നു. അപ്പോൾ പിന്നെ പേര് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിങ്ങിണിക്കുട്ടനായി അവൻ. അന്ന് മുതലേ നമ്മളൊരു ഭയങ്കര കൂട്ടാണ്. ആദ്യം കൊടുന്ന 2-3 ദിവസമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആളെ കണ്ടിരിക്കണം, അല്ലെങ്കിൽ മടിയിൽ ഇങ്ങനെ ഇരിക്കണം, കിടക്കണം, എപ്പോഴും താലോലിച്ച് കൊണ്ടിടക്കണം. അതായിരുന്നു. നിലത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ അപ്പം ഡ്രസ്സ് പിടിച്ച് കയറുമായിരുന്നു മേലേക്ക്. പക്ഷേ ഒരു ആഴ്ചയോളം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വിഷമം തോന്നിയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടേ ആക്കിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ മോൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും അവളായിരുന്നു അവനെ നോക്കിയിരുന്നതൊക്കെ. വെക്കേഷൻ ടൈമിലായിരുന്നു അവനെ കൊണ്ടുവരുന്നത്, ഒരു മെയ് സമയം. 1 വീക്കൊക്കെ ആയപ്പോഴത്തേന് തന്നെ കിങ്ങിണി ഓക്കെ ആയി. അങ്ങനെ ഇവനൊരു 4 മാസമൊക്കെയുള്ള സമയത്താണ് പിന്നെ നമ്മളെ സിംബ വരുന്നത്. സിംബക്ക് ആ സമയത്ത് ഒരു 2.25 മാസം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആദ്യം കൂടുന്നപ്പോൾ 2 പേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴേ പേടിച്ച് ചീറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ സെറ്റായി. അതിനുശേഷം പിന്നെ കിങ്ങിണിയും സെറ്റായി, കരച്ചിലും കുറഞ്ഞു. പിന്നെ ഒരാൾ കൂട്ടായല്ലോ. ഇണങ്ങൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ വളരെ ചെറിയ കുട്ടികളായതുകൊണ്ടായിരിക്കും 3 മാസം 4 മാസം ആ ഒരു സമയമാണ്. അവർ സെറ്റായതിനു ശേഷം പിന്നെ അവർ 2 പേരും ആയിട്ടോ കളി. പിന്നെ കിങ്ങിണിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്നേഹം കാണിക്കുക, എല്ലാവരും വേദനിപ്പിച്ചിട്ടാണ് കേട്ടോ. പിടിച്ച് കടിക്കുക, അവൻ തന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി വായിൽ വെച്ച് കടിക്കും, അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ സിംബനെ അവൻ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ കാണിക്കുക. ഉറങ്ങിക്കെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉറങ്ങിക്കെടുക്കുമ്പോൾ പോയി നക്കി കൊടുക്കുക, ഭയങ്കര സ്നേഹിക്കലാണ്. അവരങ്ങനെയാണല്ലോ സ്നേഹം കാണിക്കുക. എന്നാൽ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ അവസ്ഥ. പിന്നെ അവൻ്റെ വേറൊരു ഹോബി ഈ ടേബിളിൽ വന്ന് കിടന്നുറങ്ങുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന റൂമിലെ ടേബിളാണ് കേട്ടോ. അത് ഇവർക്ക് അറിയാം. അപ്പോൾ കിങ്ങിണി സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ടാൽ ഇതിൻ്റെ മേലെ ആദ്യം സിംബയായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. സിംബ കിടക്കുമ്പോൾ അതിനെ കടിച്ചും പക്കിയിട്ട് വികൃതി കാണിച്ചിട്ടൊക്കെ അതിനെ ഓടിച്ചിട്ട് കിങ്ങിണിയായിട്ടോ കിടക്കുന്നത്. മിലോ വന്നതിന് ശേഷം മിലോയും കിങ്ങിണിയും തമ്മിലാണ് ഇപ്പോൾ മത്സരം. ഇപ്പോൾ ഇവരാരെങ്കിലും ആ ടൈം ആയി കഴിഞ്ഞാൽ മുന്നേ വന്ന് ഇവിടെ കിടക്കും. നമ്മൾ കിടത്തൊന്നും വേണ്ട, വന്ന് ആദ്യം തന്നെ ബുക്ക് ചെയ്യും ആരെങ്കിലും ഒരാൾ. ഒരു ദിവസം 2 പേരും തല്ലുകൂടി, സാധാരണ 2 പേരെയും കൂടെ ഞാൻ അവിടെ കിടത്താറില്ല കേട്ടോ. കാരണം സ്പേസ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കെടുത്തിയാൽ തന്നെ അവർ തല്ലുകൂടിയിട്ട് എൻ്റെ ഫോൺ ഒരു 1000 പ്രാവശ്യം വീണിട്ടുണ്ടാവും. ലാപ്പിലായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. ഇവർ ലാപ്പിൻ്റെ മേലെ കൂടെ ഒക്കെ നടന്നിട്ട് ഇത് എപ്പോഴും ബാക്കിലോട്ട് പോവുക, ക്യാമറ ഓഫ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ ഷെയർ ആവുക. അങ്ങനെയായിട്ട് ലാപ്പ് മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഫോണായിട്ട് തന്നെ ആക്കി. അതുപോലെ കിങ്ങിണി ഇവർ 2 പേര് കിടന്നുറങ്ങണത് കണ്ടാൽ വേഗം വന്ന് കുറച്ച് നേരം അടുത്ത് കിടക്കും, നക്കി കൊടുക്കും. ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. ഈ കെയറിങ് ഏട്ടായി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ കിങ്ങിണി. വേറെ ഏത് കാര്യത്തിനും ഇവർ തമ്മിൽ അധികം ചേർച്ചയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുണ്ടാവും. 3 സ്ഥലത്താണ്. പക്ഷെ ഉറങ്ങുന്ന കാര്യത്തിൽ ഇവർ ഭയങ്കര സഹകരണമാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ സോഫയിൽ കിടക്കുന്ന കാര്യത്തിലും ബെഡിൽ കിടക്കുന്ന കാര്യത്തിലും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ള. അടുത്ത വീഡിയോ ആയിട്ട് വരാം.